ഒരു മൂവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം ഞാനും വൈജയന്തിനെയാണ് എന്ന് പറയുന്നുണ്ട് അവധക്കുട്ടിയുടെ അടുത്ത് സാലി ജോസഫ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ കുട്ടിയെ ഇത്രയും കൊച്ചിലെ നോക്കേണ്ട സമയത്ത് ഓർഫനേജിലായിട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി അലഞ്ഞിരുന്നു. അതിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോലും വിഷമം തോന്നി. ഓരോ കുട്ടികളും സ്കൂളിലൊക്കെ കൊണ്ടുവിടുമ്പോഴത്തേക്കും ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്ത് വിടുമ്പോഴത്തേക്കും നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ പോയിന്ന ആ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവളെ സ്നേഹിക്കണം ഒരു കുട്ടിയെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അവധക്കുട്ടി. സാലി ജോസഫ് ഇത് കേട്ട ഉടനെ തന്നെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാലും എന്റെ മകൾക്ക് കിട്ടാത്ത സ്നേഹം ഇനി ഞാൻ അവൾക്ക് കൊടുക്കും. എല്ലാം ഈ രാജകുമാരിയാ, അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും. അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നീ സ്നേഹിക്കണം, അതുപോലെ നോക്കണം, നീ ആള് മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഈ സ്വഭാവം വെച്ചാണെങ്കിൽ അവളാണെങ്കിൽ അവിടെ തന്നെ തിരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, പുനലൂരിലേക്ക് ഇവിടെ ഞാൻ നോക്കിക്കോളാം അവളെ, ഞാൻ അവിടത്തേക്കും വിടുന്നില്ല, എന്റെ മകളെ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തായാലും അവൾ ഇവിടെ നിൽക്കുകയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് നീ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടാൽ മതി, അല്ലാതെ അവിടെയൊന്നും നിന്ന് എന്റെ മകളെ വീണ്ടും വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറയുന്നത് അവളടുത്ത് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയുകയോ, അത് മാത്രമല്ല ഇനി എൽസമ്മയുടെ കാര്യം വരികയില്ലേ, ഇനി എപ്പോഴും ആ എൽസമ്മയെ അവളെ മുമ്പിൽ വെച്ച് വഴക്കൊന്നും പറയരുത്. എൽസമ്മയാണെങ്കിൽ ഒരു പാവമാണ്, ഞാൻ നോക്കിക്കോളാം. പുനലൂരിൽ ഞാൻ കൊണ്ടുപോവാൻ കൂടെ പോകുമ്പോഴത്തേക്കും ഇവളെ എവിടെ കൊണ്ടുപോകണില്ല, എനിക്കത് ഇഷ്ടമല്ല, ഇവിടെ നിൽക്കും എൻ്റെ അടുത്ത്, അതിനു വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. അല്ലാതെ എനിക്ക് നോക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും ഞാൻ വലിച്ചഴക്കില്ല എൻ്റെ മകളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ചിന്ത മാത്രം നിനക്ക് ഉണ്ടായിരുന്നത് മതി. എന്തായാലും ഇനി ആഹാരം കഴിക്കാൻ പോകുമ്പോൾ അവളെ കൂടെ ഇരുത്തണം, അവൾക്ക് വാരി കൊടുക്കണം, അതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും അവധക്കുട്ടിയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വാരി കൊടുക്കുന്നുണ്ട് ആഹാരം. ഇത് കണ്ടിട്ട് കണ്ണ് നിറയുന്നുണ്ട് അലീനയുടെ. ആ സമയത്ത് അവധക്കുട്ടി പറയുക, എന്തായാലും ഇതിനു വേണ്ടിയാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, മോക്ക് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നിട്ട് എന്താ കാര്യം, എൻ്റെ കുറെ കാലങ്ങളാ പോയത്, എൻ്റെ കുഞ്ഞുനാളില് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും കിട്ടിയതിലെ എൻ്റെ സ്വന്തം അച്ഛനെ അടുത്തിരിക്കുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇതിലെ പരം സന്തോഷം ഇനി എന്താ വേണ്ടത്. പക്ഷെ എൻ്റെ അമ്മ ഇനി ഇതുപോലെ ഒന്ന് തലോടലോ ഒരു ഉമ്മ തരാനോ ഒക്കെ കഴിയുമോ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞാലുള്ള ആ ഒരു വ്യത്യാസം എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തിയുടെ വീട്ടിലാണെങ്കിൽ ആഹാരം 5-6 ദിവസം കൊണ്ട് വെച്ച് തളർന്ന് ബാക്കിയുള്ളവരൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണെങ്കിൽ 5-6 ദിവസമായിട്ട് വേലക്കാരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുക. എന്നിട്ട് ആർക്കും നന്ദിയൊന്നുമില്ല. പിള്ളേരാണെങ്കിൽ ടി വിയും കണ്ടിരുന്നോളും, ഒരു സഹായത്തിന് പോലും അടുക്കളക്കകത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കൃഷ്ണയെയും ബബിതയെയും രോഹിത്തിനെയും ഒക്കെ. ആ സമയത്ത് അകത്തേക്ക് വരുന്നുണ്ട്, എനിക്ക് വിശക്കുവാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദിയില്ലാത്തവരാ അച്ഛനും മക്കളും. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, എന്നിട്ട് പോലും ഒരു നോക്ക് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് അകത്തേക്ക് വന്ന് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഇവിടെയൊന്നും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ അമ്മ, ഞങ്ങൾ അകത്ത് കയറുമ്പോഴത്തേക്കും ഞങ്ങൾ ഓടിക്കാറില്ലേ പതിവ്, അതുകൊണ്ടല്ലേ വരാത്തത് എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് തന്നെ വരാമായിരുന്നു. എന്തായാലും ഞാൻ വെച്ച് തരുന്നത് കഴിക്കാൻ അറിയാം, അല്ലാതെ എന്നെ കുറ്റപ്പെടുത്താനുള്ളൂ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നശിച്ച ഒരു 4 മക്കളുണ്ട്, എന്ത് ചെയ്യാനാ. ആ സമയത്ത് ഉടനെ ചോദിക്കുന്നുണ്ട്, 4 ബബിത ചോദിക്കുന്നുണ്ട്. 4 പേരില്ലല്ലോ, ഞങ്ങൾ 3 മക്കളല്ലേ. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ചോദ്യം കേട്ട ഉടനെ കൃഷ്ണയ്ക്ക് മനസ്സിലായി, മനസ്സിന്റെ ഉള്ളില് 4 മക്കളുണ്ടെന്ന്, 4 പേര് പ്രസവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം. ആ ഒരു രീതി വെച്ചിട്ട് അമ്മ ഈ വർത്തമാനം ഇപ്പോൾ ഈ പറഞ്ഞത്. എന്തായാലും സത്യം എപ്പോഴായിരുന്നു പുറത്തു വരുമല്ലോ, അമ്മയുടെ വായു കൊണ്ട് തന്നെ ഇത് കേൾക്കാൻ പറ്റി എന്നൊക്കെ കൃഷ്ണ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് മിണ്ടാതെ ഇരുന്നിട്ട് ഉടനെ തന്നെ കൃഷ്ണ ഫോൺ ചെയ്യുന്നുണ്ട് അകത്തേക്ക്. ആ സമയത്ത് പറയുക, എനിക്ക് ഇതൊന്നും കേൾക്കണ്ട, ഇറങ്ങി പോണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഉടനെ തന്നെ വിളിച്ച് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയുടെ വായിലൊന്ന് എനിക്ക് 4 മക്കളാണെന്ന വാക്ക് പുറത്തു വന്നു. ഇതൊക്കെ ഒരു പുറത്തു എല്ലാ സത്യങ്ങളും വരേണ്ട ഒരു
ചെറിയൊരു ക്ലൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ചേച്ചി അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അമ്മ എല്ലാം മനസ്സിലാക്കി. പക്ഷേ എന്തുമാത്രം ആട്ടിയും തുപ്പിയും ഈ വീടിനകത്തിട്ട് കഷ്ടപ്പെടുത്തിയതാ. അതിനൊക്കെ അമ്മ പശ്ചാത്തപിച്ച് അമ്മ ഒരു വിഷമിച്ച് തന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ചേച്ചി ആലോചിച്ച് കരയുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിന്റെ ഒരു ചെറിയൊരു സൂചനയാ ഇന്ന് എനിക്ക് കിട്ടിയത് എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടതും സങ്കടത്തോടെ കേട്ടുകൊണ്ടിരുന്ന അലീന പറയുന്നുണ്ട്, എന്റെ അമ്മയല്ലാതാകില്ലല്ലോ നിങ്ങൾ എന്റെ അനിയത്തിമാരും, എന്തായാലും വിഷമിപ്പിക്കരുത്. പാവമാ, എനിക്ക് അച്ഛനെ കിട്ടിയെങ്കിലും അമ്മയും ഉണ്ട്. പക്ഷെ അമ്മ മനസ്സിലാക്കുന്ന ദിവസം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ അലീനയുടെ വാക്കുകൾ കേട്ട് കൃഷ്ണയ്ക്കും സങ്കടമാവുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഉടനെ ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണയിലൊന്ന് ഫോൺ വാങ്ങിച്ച് അപ്പോഴത്തേക്കും അച്ഛന്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ, അച്ഛൻ വീണ്ടും മദ്യപിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ബാലചന്ദ്രൻ ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അടുത്ത് നിന്ന് ഒളിച്ചിന്ന് കേട്ടുകൊണ്ടിരിക്കുക സ്റ്റാൻലി ജോസഫ് എല്ലാം. അച്ഛനാണെങ്കിൽ എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണത് ഇഷ്ടമില്ല, ഇവിടെ എനിക്ക് അവിടുത്തെ പോലത്തുള്ള ഒരു ഇതും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോളുടെ വീടല്ലേ, അവിടെ തന്നെ നിൽക്കേണ്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഈ ഒരു വാക്ക് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അലീന ബാലചന്ദ്രനടുത്ത്. എനിക്ക് ഇവിടുത്തെ അച്ഛൻ ഉണ്ടെങ്കിലും എനിക്ക് ആ അച്ഛൻ്റെ അത്ര ഒരു സ്നേഹം ഇല്ലെന്നായി എനിക്ക് തോന്നുന്നത് എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് ചിന്തിക്കുന്നുണ്ട്, കണ്ടോ എന്നെക്കാളും ഇഷ്ടമാ ആ ബാലചന്ദ്രനെ അവർക്ക് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ ബാലചന്ദ്രനാണെങ്കിൽ പറയുക, അച്ഛനെ പോലെ പൊന്നുപോലെ എന്നെ കണ്ടതുപോലെ തന്നെയാ നോക്കണം, അത് സ്വന്തം അച്ഛനാ. ഞാനാണെങ്കിൽ അറിയാലോ ഇവിടുത്തെ സ്വന്തം അച്ഛനല്ലെങ്കിലും എനിക്ക് നീ എന്നെയാ എൻ്റെ മോള് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുക, ഇനിയും ഞാൻ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ ക്ഷണിക്കും, എല്ലാവരുമായിട്ട് വരണം. എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ നീയും നിന്റെ അപ്പച്ചനെയും കൂടെ കൊണ്ടുവരണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ ഇനിയൊന്നും മദ്യപിക്കരുത്, ബഹളം വയ്ക്കുകയൊന്നും ചെയ്യരുത് വീട്ടില്. പിന്നെ മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. അവിടെ ഞാനുണ്ടായിരുന്നപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കുമായിരുന്നല്ലോ, ഇപ്പം അതിനൊന്നും സമയമില്ല, ആരാ നോക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മോളെ പോലെ ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ കൃഷ്ണ ഉണ്ട്. എന്റെ കാര്യങ്ങൾ സകലതും ഇപ്പൊ അവളാ നോക്കുന്നത്. നിന്നെ പോലെ എല്ലാവരും ഒരേ സ്വഭാവമല്ലല്ലോ നിന്നെ പോലെ കിട്ടിയിട്ടുള്ളത്. ആ കൃഷ്ണയ്ക്ക് ഇത്തിരിയും, പക്ഷെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് ആ പക്വതയോടെ അവള് ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നില്ലേ, അത് അവളെ ഒരു കഴിവ് തന്നെയാ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ വെക്കുവാന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വരുന്നുണ്ട് സ്റ്റാൻലി ജോസഫ് അലീനയുടെ. എന്താ ഞാൻ പറയുന്നത് എല്ലാം കേട്ടു, എനിക്ക് ഇവിടെ ബാലചന്ദ്രനെ പോലെ ഒന്നും ആവാൻ പറ്റുന്നില്ല, അതിന് മോക്ക് വിഷമമുണ്ടല്ലേ, മോൾക്ക് ജീവനായിരുന്നോ അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവിടെ വേലക്കാരിയായിരുന്നാലും എനിക്ക് അവിടെ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്നിവിടെ രാജകുമാരിയായിട്ടായിരുന്നാലും എനിക്കൊരു സന്തോഷം ഇല്ലാത്തതുപോലെയാ ഇവിടുത്തെ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണം എന്താ എന്നൊക്കെ ചോദിക്കുക. എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുക മാത്രമേ അവരെ അമ്മ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ അവിടെ സ്നേഹിക്കാൻ കുറെ പേരുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ലല്ലോ. എനിക്കാണെങ്കിൽ ഞാനായിട്ട് ഈ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ഇത് തോന്നല്. അതുകൊണ്ടാ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തായാലും അച്ഛന്റെ ജീവിതത്തില് ഞാൻ ഒരിക്കലും ഒരു വിലങ്ങുതടിയാവാൻ വരില്ല. എൽസമ്മ അമ്മയെ കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ പാവ എന്നോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്ത് സ്നേഹമോ. അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം, അതുപോലെ തന്നെ വന്നവര് മക്കളും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വലിയ കാര്യമൊക്കെ അവര് എന്നൊക്കെ പറയുന്നുണ്ട് അലീന സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത്. എൻ്റെ മക്കള് പാവോ, അതുപോലെ എൽസമ്മയും അതില് ഒരാൾ മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട്, ആ റീത്തമ്മ. ഇനിയും ഉണ്ട് അവക്ക് 3 ആങ്ങളമാര്. അവരെല്ലാരും കൂടെ ഇനിയിപ്പോ ഏതാനും നിമിഷത്തിനൊക്കെ ഇനി അവരെ എത്താനുള്ളൂ. അവരിനി ഇവിടേക്ക് എത്തും. അത് മോള് കണ്ട് പേടിക്കുന്നു ചെയ്യരുത്, ഞാനുണ്ട് കൂടെ. എന്തൊക്കെ വന്നിരുന്നാലും അനങ്ങരുത്. അവരെ അടിക്കുകയൊന്നുമില്ല, പക്ഷെ വാക്കുകൾ കൊണ്ട് അവര് സൂചിമന പോലത്തെ വാക്കുകളാ, അത് നമ്മൾക്കുണ്ട്, അത് നോവും. അത്രയ്ക്ക് ചീത്ത ആൾക്കാരവര് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയായിരുന്നാലും അവർക്ക് സങ്കടം കാണില്ലേ സ്വന്തം സഹോദരിയുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ ആർക്കായിരുന്നാലും ഒരു വിഷമമുണ്ട്, അതേ അവർക്കും തോന്നുന്നുള്ളൂ. എന്തായാലും അവർ വരും. ഇവിടെ വരുമ്പോഴത്തേക്കും മോളുടെ കാര്യത്തിൽ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വിഷമമൊന്നും തോന്നരുതെന്ന്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് അലീനടുത്ത് പറയുന്നുണ്ട്.
അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് സാലി ജോസഫ് പെട്ടെന്ന് പോകുന്നുണ്ട്. ഉടനെ തന്നെ ഫോൺ വെച്ചിട്ട് അലീനയ്ക്ക് തോന്നുന്നുണ്ട് മനുവേട്ടനെ വിളിച്ചിട്ട് കുറെ ദിവസമായല്ലോ, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചപ്പോഴത്തേക്കും പറയുക, ഞാനാണെങ്കിൽ ഇവിടെ അച്ഛനുമായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലാണെങ്കിലും പക്ഷെ ചില സമയത്ത് എൻ്റെ അടുത്ത് സ്നേഹമോ ആഹാരമൊക്കെ വാരിത്തരും, പക്ഷെ ചില സമയത്ത് ഒരു വല്ലാത്ത ഒരു സ്വഭാവം എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് നിന്നെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. നീ ആ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാം മാറ്റിയെടുത്തതാ, പക്ഷെ വൈജി ആന്റി മാത്രം നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. അതങ്ങനത്തെ സ്വഭാവം ആയതുകൊണ്ടാ. പക്ഷെ ഇനിയും അത് നിനക്ക് പറ്റുമായിരുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ. ഇനിയാണെങ്കിൽ ആന്റി കരയുന്നത് കാണാനില്ലേ എനിക്കിനി കഴിയാവുള്ളൂ എന്നൊക്കെ മനു പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇനി ഇങ്ങോട്ട് എന്നാ വരുന്നേ, എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? ഇല്ല, ഇവിടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, അപ്പോഴത്തേക്ക് മനുവേട്ടൻ കൂടെ വരണം, കാണണമെന്ന് തോന്നുന്നുണ്ട്, അതുപോലെ എല്ലാവരെയും എന്നൊക്കെ പറയുന്ന കേട്ട് മനു ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാണാനും തോന്നുന്നുണ്ടല്ലേ അലീനയ്ക്ക്? എന്തായാലും എനിക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എന്നൊക്കെ പറയുന്ന കേട്ട് അലീന ചിരിക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ രാജകുമാരിയെ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ ഈ രാജകുമാരിയെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാ ഇവിടുത്തെ പപ്പ ഇരിക്കുന്നേ, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി തന്നെയാ, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവരും, അതാ കഥയുടെ അവസാനം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു കുടുംബക്കാരെല്ലാരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ വൈജി ആന്റിയും എല്ലാരും അറിഞ്ഞുള്ള കല്യാണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. വരുന്നുണ്ട്. എന്തായാലും അവന്റെ 3 മക്കളും ഉണ്ട്, നിനക്ക് കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കാണണം, ഒരാളെ കണ്ടിട്ടുള്ളൂ, എന്റെ 2 അനിയത്തിമാരെയും അതുപോലെ തന്നെ അനിയനേക്ക് എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കരയരുത് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട് അലീന്റെ അടുത്ത്. ആ സമയത്ത് ഉടനെ തന്നെ അവതക്കുട്ടി വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് സാലി ജോസഫ് പറയുക, മോള് എന്റെ അടുത്തേക്ക് വന്നേ, ഇവരെ ആരെയെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എന്റെ മകൾ അലീന. നിങ്ങളിനി കണ്ടില്ലെന്ന് വേണ്ട, റീത്താമ്മയ്ക്കൊക്കെ നല്ല അറിയാം, പക്ഷെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നത്. ഇനി ഈ കുട്ടി ഇവിടെ എൻ്റെ കൂടെ കാണും, എൻ്റെ മകളായിട്ട്, ഇവരുടെ ഏറ്റവും മൂത്ത ചേച്ചിയായിട്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അലീനയെ നിൽക്കുന്നത് കണ്ട് സാലി ജോസഫിന്റെ മകള് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങളെപ്പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, ഇപ്പോൾ എവിടുന്നോ വന്നവള് ഇങ്ങനെ കണ്ടോ സ്നേഹിക്കുന്നത് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റീത്താമ്മയും എന്തു നാണക്കേടാ, എന്റെ മകളെ ഞാൻ ചേർത്ത് പിടിച്ചു, എന്റെ കൂടെ നിർത്തി, അതൊക്കെ തെറ്റാണോ? ഇത്രയും കാലം ഞാൻ പോലും അറിയാതെ ഓഫനേജിലാണ് വളർന്നത്, ഒരു അനാഥയെ പോലെ. ഇനി എനിക്ക് എന്റെ മകള് അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇവളിവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിലെ രാജകുമാരി ഇവള്. ആ സമയത്ത് പറയാ, പിന്നെ നിൽക്കുന്ന നിന്റെ 3 മക്കളോ, അവർക്കും എനിക്ക് അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മക്കളെ ഞാൻ തള്ളിക്കളയില്ല, എന്തായാലും ഇവക്കുള്ള അതേ അവകാശം അവക്കുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അവതക്കുട്ടി പറയുന്നുണ്ട്, ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് റീത്താമ്മയാണോ ഇവരെയും വിളിച്ചിട്ട്? അതുപോലെ തന്നെ വിളിച്ചോണ്ട് പൊയ്ക്കോണോ ഇവിടെ, അല്ലാതെ എൽസമ്മയ്ക്കും മക്കൾക്കും ഇവിടെ നിൽക്കാം, നിനക്ക് മാങ്ങളമാർക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു യോഗ്യതയും ഇല്ല ഈ വീട്ടില് എന്നൊക്കെ പറയുന്നുണ്ട്. യോഗ്യത അനുസരിച്ചാണോ ഞങ്ങളെ വീട്ടിൽ വന്ന് കല്യാണം കഴിച്ചതും ഇത്രത്തോളം ആയതും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നടന്നു പോയി, ഞാൻ ചെയ്ത തെറ്റ് എന്ന് അവതക്കുട്ടി വീണ്ടും ആവർത്തിക്കുന്നു. അന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങളടുത്ത് പറഞ്ഞു, എന്താ ഇവിടെ ഞങ്ങൾക്ക് പറ്റി തെറ്റ് പറ്റിയെന്ന്, ഞങ്ങൾ ഇയാൾക്ക് കല്യാണം കഴിപ്പിച്ച് എൽസമ്മയെ വിട്ടത് തന്നെ ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പുണ്യമായിരുന്നാലും ശരി തന്നെ, അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം, അല്ലാതെ നിന്റെ വാക്കും കേട്ട് അവളും ഒരു തരത്തിൽ തന്നെ പാവമായിപ്പോയി, അതുകൊണ്ട് കൊള്ളാം. എന്തായാലും നിന്റെക്കും ആങ്ങളമാർക്കുമുള്ള ആ ഒരു സ്വഭാവം അവക്കില്ല. ഇനി ഞാൻ പറഞ്ഞിരിക്കുക, എന്റെ മകളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, കൊണ്ടുവിടുകയില്ല, തള്ളിക്കളയുകയില്ല, ഈ വീട്ടിൽ എന്റെ കൂടെ ഉണ്ടാവും. അത് കണ്ടിട്ട് ആരും ദേഷ്യപ്പെടാനൊന്നും പറഞ്ഞയക്കാനും ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇത് കണ്ടതും ഉടനെ തന്നെ എൽസമ്മ പറയുക, കണ്ടോ ഇപ്പൊ അവളുടെ സന്തോഷം, അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങള് പരിചയപ്പെടുത്തി തീർന്നോ നിങ്ങളെ മകൾക്ക്? എന്താ വെച്ചാലും അമ്മയെ കൂടെ പിന്നെ വിളിച്ചോണ്ട് വരാത്തെന്താ?
അവക്കൊരു പുതിയ ജീവിതം കിട്ടി, അതുകൊണ്ട് അല്ലെങ്കിൽ അവളിവിടെ ഞാൻ വിളിച്ചോണ്ട് വരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. എന്ത് ധൈര്യമായിട്ടാ നീ ഓരോ കാര്യങ്ങളും കള്ളത്തനങ്ങളും ഞങ്ങളടുത്ത് കാണിക്കുന്നേ? ഈ മക്കളെ കണ്ടിട്ട് പോലും നിനക്കൊരു പാവം തോന്നുന്നില്ലേ? ഇത്രത്തോളം നീ വഞ്ചിക്കുകയായിരുന്നില്ലേ ഞങ്ങളെ എല്ലാവരെയും നീ എന്നൊക്കെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആങ്ങളമാരുടെ ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ പറയുക സ്റ്റാൻലി ജോസഫ്, ഞാൻ ആരിടത്തും ഒരു ചതിയും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും നോക്കാതെ ഇരുന്നിട്ടില്ല, ഞാൻ എല്ലാവരും പൊന്നുപോലെയാണ് നോക്കുന്നത് ഇത്രയും കാലം. ഒരു തെറ്റ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അനാഥയായ എൻ്റെ മകളെ ഞാൻ ഏറ്റെടുത്തുവെങ്കിൽ എൻ്റെ സ്വന്തം മകളായതുകൊണ്ടാണ്, അല്ലാതെ ആരെയും വിളിച്ച് ഞാൻ വീട്ടിൽ കയറ്റില്ല. എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എന്തിനാ മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ശല്യമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശല്യം തന്നെയാ, പക്ഷേ എൽസമ്മയും മക്കളെയും ഞാൻ പറയില്ല, നിങ്ങളെ മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിനിടയിൽ വന്നെന്ന് ഇത്രത്തോളം കുളം തോണ്ടാൻ നടക്കുന്നത് നിങ്ങൾ 4 പേരും കൂടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അവതക്കുട്ടി പറയുക, അത് ശരി തന്നെയാ, വീണ്ടും ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കാൻ നിൽക്കാതെ തിരിഞ്ഞു പോവാൻ നോക്ക്. എന്തായാലും അവൻ പരിചയപ്പെടുത്തി തന്നല്ലോ, അത് എന്നെ ഏറ്റവും വലിയ കാര്യം. ഇനി മനസ്സിലായല്ലോ ഇവൾ ആരാണെന്ന്. ഇനി ബോധ്യമായെങ്കിൽ ഇനിയും ഒരു കാര്യം കൂടി പറയാം. ഇവിടെയാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ അധികാരവും അവക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആര് വരണം പോകണം എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കണമെന്ന് ഇവരുടെ കയ്യിലാണ് ഇപ്പോൾ സ്റ്റാൻലിയുടെ ജീവിതം തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെയും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൽസമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ പറയാം, അവൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇറങ്ങി കളിക്കുമ്പോഴത്തേക്കും ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഒരു ആങ്ങളെയും ചേച്ചിയും കളിയൊക്കെ? എന്തായാലും അവളുണ്ടല്ലോ ഇവിടെ, ഇനി അവളും മക്കളും ഇവിടെ താമസിക്കട്ടെ എൻ്റെ മോളുടെ കൂടെ, അത് തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷെ ഒരേ ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് ധൈര്യത്തോടെയാ നീ നമ്മളെയൊക്കെ പുറത്തിറക്കാൻ നോക്കുന്നത്? നീ സമ്മതിച്ചിരിക്കുന്നത് നിന്നെ എന്നൊക്കെ റീത്താമ്മ പറയുന്നുണ്ട്. ഇവനെ സമ്മതിച്ചേ മതി വരുള്ളൂ, അതുകൊണ്ടല്ലേ ഇത്രയും കാലം നിന്നെയൊക്കെ പോറ്റി വളർത്തിയത് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. കിളവ നിങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല, മര്യാദക്കിരിക്കണം എന്നൊക്കെ ഉടനെ പറയുന്നുണ്ട് എൽസമ്മയുടെ ആങ്ങളമാര്. ഇത് കേട്ടത്, നീ ആരടാ എന്നെ ഭരിക്കാൻ വേണ്ടി വരാൻ വേണ്ടി? ഞാൻ പറയുന്നത് കേട്ട് നിന്നിട്ടേ ഉള്ളൂ എൻ്റെ മകൻ സ്റ്റാൻലി ജോസഫ്, അതുകൊണ്ട് മാത്രമാ നിങ്ങളെ പെങ്ങളെ എൻ്റെ മകൻ കല്യാണം കഴിച്ചത് തന്നെയാ. ഇനി അത് വേണ്ടെന്ന് വെക്കാനും എനിക്ക് ഒരു നിമിഷം വേണ്ട, അതുകൊണ്ട് നിർത്തിക്കോണം നിന്റെ വർത്താനമൊക്കെ. ഇവന്റെ കൂട്ടത്ത് അവനൊരു അഭിപ്രായം പറഞ്ഞു, ഇനി അതിനോട് യോജിക്കുന്നത് ഏറ്റവും നല്ലത്, അല്ലാതെ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം ചേച്ചിയും ആങ്ങളമാരും എന്നൊക്കെ പറയുന്നുണ്ട് അവതക്കുട്ടി.